ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിയമ പോരാട്ടത്തിലേക്ക്. RJD, തൃണമൂൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും NGOകളും സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. ഹർജി വ്യാഴാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധവും ജനരോഷവും ആളിക്കത്തിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവുകൾ പ്രഖ്യാപിച്ചു. ബീഹാറിൽ 4 കോടിയോളം വോട്ടർമാരെ ബാധിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടിക്കെതിരെയാണ് നിരവധി ഹർജികൾ സുപ്രീംകോടതിയിലെത്തിയത്. പൗരത്വ രജിസ്റ്ററിന് സമാനമായാണ് വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന എന്ന് ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസിന് പിന്നാലെ RJDയും പൊതുപ്രവർത്തകരായ യോഗേന്ദ്ര യാദവ്, മഹുവ മൊയ്ത്ര MP എന്നിവരും ഹർജി സമർപ്പിച്ചു. ഹർജികൾ പരിഗണിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയ, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, ഡോക്ടർ മനു അഭിഷേക് സിംഗ്വി, ഗോപാൽ ശങ്കർ നാരായണൻ എന്നിവരാണ് സംയുക്തമായി വിഷയം ഉന്നയിച്ചത്. ബീഹാറിലെ 8 കോടി വോട്ടർമാരിൽ 4 കോടിയിലധികം പേരെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ജൂലൈ 25-നകം രേഖകൾ നൽകിയില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോകുന്ന സാഹചര്യമാണെന്നും മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് അസാധ്യമായ നടപടിയാണെന്ന് RJDക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സമയക്രമത്തിന് പവിത്രതയില്ലെന്നായിരുന്നു ജസ്റ്റിസ് ലൂധിയയുടെ വാക്കാലുള്ള പരാമർശം. തുടർന്നാണ് വ്യാഴാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യാൻ ബെഞ്ച് തീരുമാനിച്ചത്. അതിനിടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നോടെ ഇളവ് നിർദ്ദേശിച്ച് പത്രപരസ്യം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായി. ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്ത വോട്ടർമാർ തൽക്കാലം അപേക്ഷ പൂരിപ്പിച്ച് എത്രയും വേഗം ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. അപേക്ഷകൾ ബൂത്ത് തല ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് അപ്ലോഡ് ചെയ്യും. രേഖകൾ പിന്നീട് സമർപ്പിച്ചാൽ മതിയെന്നും CEO അറിയിച്ചു. മതിയായ രേഖകളില്ലാത്തവരുടെ കാര്യത്തിൽ ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർ പ്രാദേശിക തലത്തിൽ വിശദമായി അന്വേഷിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അറിയിച്ചു. ഈ മാസം 26-നാണ് രേഖകൾ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കൈരളി ന്യൂസ്, ദില്ലി.